പ്രമോഷൻ ഇല്ലാത്തൊരു പദവിയാണ് വീട്ടമ്മ എന്ന് പറയുന്ന ജോലിയിൽ അല്ലേ. ആ ജോലിയിൽ ചെയ്യുന്ന ഒരിക്കലും ഒരു മാറ്റവും ഇല്ല. നമുക്ക് എപ്പോഴും ചെയ്യുന്ന അതേ ജോലികൾ തന്നെ എന്നും എല്ലാ ദിവസവും. അതിൽ നിന്നും സ്ഥാനക്കയറ്റവും ഇല്ല, ഇറക്കവും ഇല്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പറഞ്ഞാൽ ഉച്ചയ്ക്കത്തെ വിശേഷമാണ്. എനിക്കാണെങ്കിൽ പച്ചക്കറി വേണമായിരുന്നു. പച്ചക്കറി വെച്ചാൽ മുരിങ്ങയ്ക്ക വേണമായിരുന്നു. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ചൊരു പച്ചക്കറി വണ്ടി വന്നു, മുരിങ്ങയ്ക്ക വണ്ടി വന്നെന്ന് പോലും. അങ്ങനെ പിന്നെ ഞാൻ മുരിങ്ങയ്ക്കയൊക്കെ വാങ്ങിച്ചു. അകത്ത് വന്നതിന് ശേഷം കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടു. വെളിയിൽ നല്ല വെയിലായതുകൊണ്ടാണ് ഞാൻ ഈ തോർത്ത് തലയിൽ കൂടെ ഇട്ടേക്കുന്നത്. അല്ലാതെ വെള്ളാട്ട് പോക്കനാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട കേട്ടോ. അങ്ങനെ പിന്നെ അകത്ത് കയറി ഡ്രസ്സൊക്കെ ഒന്ന് മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തുണി കഴുകി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് മൊത്തം നനഞ്ഞൊരു പരുവായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് വന്നത്. ഇന്ന് നമുക്ക് വൈകിട്ടത്തേക്ക് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങായും കൊഞ്ചും ഒക്കെ ഇട്ടിട്ട് ഉണക്കക്കൊഞ്ച് മുരിങ്ങയ്ക്കയൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് പച്ചത്തീയൽ വെക്കത്തില്ലേ, അങ്ങനെ വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാനിങ്ങനെ മുരിങ്ങയ്ക്ക വേണം എന്ന് കരുതിയിരുന്നപ്പോഴെന്തായാലും ഒരു വണ്ടി വന്നു, മുരിങ്ങയ്ക്ക അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കാമല്ലോ, നമ്മുടെ മുരിങ്ങയ്ക്കായും മാങ്ങായും സവാളയും പച്ചമുളകും എല്ലാം കൂടി കുറച്ച് വെള്ളം വെച്ചിട്ട് അരിഞ്ഞ് നമുക്ക് വൃത്തിയാക്കി വേവിക്കാൻ വെക്കാം. അങ്ങനെ വേവിക്കാൻ വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്. ഒരു കൊച്ചു കുടുംബക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഉത്സവമായിരുന്നു. അപ്പോൾ അവിടുത്തെ ജീവിതം ഇതുവഴി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കണ്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ കൊഞ്ച് ബാക്കി നമുക്ക് പരിപാടി ചെയ്യേണ്ടേ. നമ്മുടെ കൊഞ്ച് കവർണത്തിലെയാണ്. അത് നമുക്ക് വറുത്തിട്ട് വേണം നമുക്ക് ചേർക്കാൻ. അപ്പം ബാക്കി നമുക്ക് ചേർക്കേണ്ട സംഭവങ്ങളെല്ലാം അവിടെ അടുപ്പിലിരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അത് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൊഞ്ച് നമുക്ക് ഒന്ന് തട്ടിയിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ അതിൻ്റെ തലയൊക്കെ ഇങ്ങനെ ഒന്ന് ഒടിച്ചതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് ഒടിച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ തട്ടിയിട്ടിട്ട് ഒന്നും ഇല്ലെന്നേ, അതാ ഞാനിങ്ങനെ കാണിക്കാൻ കാരണം. ഒരു കവറ് കൊഞ്ച് വാങ്ങിച്ചിട്ട് അതിനകത്തിലൊന്നുമില്ല, കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോഴത്തേക്കും എന്താ നമ്മുടെ കഷ്ണങ്ങൾ മുരിങ്ങയ്ക്കയും മാങ്ങയും പച്ചമുളകും എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും നമുക്കിനി അതിനകത്തിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പിന് വേണ്ടി ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നില്ല, പച്ച അരച്ചാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. തേങ്ങയും വറക്കുന്നില്ല, അതേപോലെ തന്നെ പൊടികളൊന്നും ഞാൻ ചൂടാക്കിയിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് രാത്രിത്തേക്ക് മാത്രമാണ്, രാവിലത്തേക്ക് വെച്ചേക്കാനും വേണ്ടി എടുക്കുന്നില്ല. രാത്രിത്തേക്ക് വേണ്ടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇവ ചൂടാക്കാതെ തന്നെ തേങ്ങയ്ക്കകത്ത് ചേർത്തിട്ട് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക. അരച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ വെന്ത കഷ്ണത്തിനകത്തേക്ക് ചേർക്കുക. ഇത് ഫോൺ കിട്ടിയപ്പോൾ എൻ്റെ മോന് പുറത്തൊക്കെ പോയി വീഡിയോ പിടിച്ചാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അരപ്പൊക്കെ ചേർത്തു. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ കൊഞ്ചും കൂടെ അതിനകത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വറ്റുമ്പോഴത്തേക്കിനും നമ്മുടെ കൊഞ്ച് കറി തയ്യാറാവും. അതേ ഒരു സംശയം, ഈ ചെമ്മീൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, കൊഞ്ചിനെ എന്തിനാണ് ഈ ചെമ്മീൻ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചുമന്നിരിക്കുന്നത് കൊണ്ടാണോ ചെമ്മീൻ എന്ന് പറയുന്നത്, അതോ വേറെ എന്തെങ്കിലും ആണോ? അറിയത്തില്ല, സംശയമാണേ. അപ്പോൾ പിന്നെ നമുക്ക് തോരൻ വെക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വൻപയറാണ് തോരൻ വെക്കുന്നത്. അത് ഞാൻ കുക്കറിനകത്ത് വേവിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ പയറും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ടുക. അങ്ങനെ നമ്മൾ തിരക്കകത്ത് നിന്നപ്പോഴാണ് ഒരു അശരീരി കേട്ടത്. മണ്ടു അമ്മയെ കഥക് തുറക്കണം പറഞ്ഞത്. ഹലോ ഗായ്സ്, ഞാൻ വന്നു. ഒന്ന് പറ. ഞാൻ വന്നു. ഞാൻ വന്നു. വന്നു അല്ല, ഞാൻ വന്നു. വന്നു വന്നു. എന്റെ പേര് ആദി. അല്ല, എന്റെ പേര് ആദി. അങ്ങോട്ട് പോയെന്നോ? നീ പറ, എന്റെ പേര് ആദി. ആദി. പിന്നെ കാണാം. ശരി. അങ്ങനെ പിന്നെ ആദ്യം പെരയ്ക്കകത്തോട്ട് പോയതിൻ്റെ പുറകിനിതാ അണ്ണനും വന്നിട്ടുണ്ടായിരുന്നു. അണ്ണൻ വന്നപ്പോഴത്തേക്കിനും അവൾ വെളിയിലോട്ട് ചാടി ഇറങ്ങിപ്പോയി. അങ്ങനെ പിന്നെ അണ്ണൻ കയറി വന്നു. പിന്നെ അണ്ണനും ആദ്യം കൂടെ തമ്മിലുള്ള ഒരു സംഭാഷണം നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന അണ്ണൻ എന്തായാലും അവിടെ ബാഗൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും ഞാൻ എന്തോ ഇത് ഉച്ചയ്ക്ക് ഞാൻ ഇന്നൊരു മാങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത് ഞാൻ ഷോർട്സിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് കുറച്ച് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ണൻ വൈകിട്ട് വരുമ്പോഴത്തേക്കിനും കൊടുക്കാനായിട്ട്. ചൂടത്ത് കിടന്ന് വരുന്നതല്ലേ, വണ്ടിയിലും ചൂട്, എല്ലാം പുറത്തും ചൂട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ചെറുനേരമൊക്കെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം കുറേ തുണികൾ എനിക്ക് മടക്കാനുണ്ടായിരുന്നു കേട്ടോ. കഴുകിയ തുണികൾ കുറേ ഉണ്ടായിരുന്നു മടക്കാൻ.
അങ്ങനെ തുണിയൊക്കെ മടക്കി വെച്ചു. അതായത് ഭാഗത്തെല്ലാം കൊണ്ടുവന്ന് വെക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് കരുതി ഫോണിനകത്ത് കുറച്ച് വീഡിയോസൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഞങ്ങൾ 3 പേരും കൂടി. അമ്മ ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് അങ്ങനെ കഴിക്കാറില്ല. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും വിശക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോഴാണ് അമ്മ എടുത്ത് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അമ്മ ഇരുന്ന് കഴിക്കുന്നത് കാണാത്തത്. പിന്നെ ആദി ഉണ്ടായിരുന്നു. ആദിക്കും ചോറൊക്കെ വാരി കൊടുത്തു. അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. നല്ല നല്ല വിശേഷങ്ങളായിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും കാണാം.